ഈശ്വര, എന്റെ കുഞ്ഞിന് വല്ല അബദ്ധവും കാണിക്കുമെന്തോ. നീ ഒന്ന് ചുമ്മാ ഇരിക്ക അശ്വതി. ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലേ ഒടുവിൽ ഒളിക്കാൻ കാട് കാണില്ല. പറഞ്ഞേക്കാം. നീ ഇങ്ങോട്ട് മാറിക്കേ, നോക്കട്ടെ. ആ ദേ, നീ ഇങ്ങോട്ട് വന്നേ. എന്താമ്മേ? നീ അവളുടെ മട്ടും മാതിരിയൊക്കെ ശ്രദ്ധിച്ചോ? കൊച്ചിനെന്തോ കാര്യമായിട്ടുള്ള കുഴപ്പം പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. കുഴപ്പോ? എന്തു കുഴപ്പം? ഞാനോ നീയോ ഒന്ന് തറപ്പിച്ചു നോക്കിയാ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കൊച്ചായിരുന്നില്ലേ? ഇതിപ്പോ മുടി അഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ അറുകൊല തുള്ളണമെങ്കിൽ കുഴപ്പമല്ലാതെ പിന്നെന്താ? ഇത് സംഗതിയെ മറ്റേതാ, കടുത്ത രീതിയിൽ തന്നെയുള്ള പ്രയോഗമാ ചെയ്തിരിക്കുന്നത്, അത് ഉറപ്പാ. മറ്റേതോ? അമ്മ കാര്യം എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഇടി മോളെ കൈവശം. ആ പണിക്കരുടെ മോള് നമ്മുടെ കൊച്ചിന് കാര്യമായിട്ടെന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതിന്റെയാ അവക്ക് മനസ്സിളക്കം. അമ്മ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു കൈവശവും കൂടോത്രവും. അല്ലെങ്കിലും VP-ഏട്ടനും ഫാമിലിയൊന്നും അത്രക്കാരല്ല. പണിക്കരും അയാളുടെ പെമ്പറ നോത്തി അതൊന്നും ചെയ്യില്ലായിരിക്കും. ചെയ്തതന്ന് അശൂലം പിടിച്ച പെണ്ണാണെങ്കിലോ? അല്ലെങ്കിലും ഇത്തരക്കാർക്കൊക്കെ ഇതിന്റെ പ്രയോഗം ഉണ്ടെന്നാ കേൾക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മാളും ഇങ്ങനെ ആളും തരവും നോക്കാതെ പെരുമാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ സംശയിക്കണ്ട, ഇത് അത് തന്നെ. കാന്തം ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുത്തേക്കാ നമ്മുടെ കൊച്ചിനെ. അല്ലെങ്കിൽ കൂട്ടുകെട്ടും കമ്പനിയൊക്കെ മതിയാക്കിയ മാളും എന്തിനാ പിന്നെ അവളൊന്നും പറഞ്ഞ് ചാകാൻ നടക്കുന്നത്? ഇത് നമ്മുടെ കൈകൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല മോളെ. ഈശ്വര, ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ? അവളുടെ രീതിയും പറച്ചിലൊക്കെ കേട്ടിട്ട് എനിക്കാകെ പേടിയാവും നമ്മെ. നീ വിഷമിക്കാതെ, നാളെ തന്നെ ഞാൻ പോയി നമ്മുടെ കൃഷ്ണൻ കണിയാനെ ഒന്ന് കാണാം. അങ്ങേരുടെ കയ്യില് ഇതിന് തക്കതായ എന്തെങ്കിലും പ്രതിവിധി കാണാതിരിക്കില്ല. ആ പിന്നെ മുരളി വരുമ്പോഴേ നീ ഉടനെ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ എന്തിനാ ആ പാവത്തിനെ കൂടെ വിഷമിപ്പിക്കുന്നേ? ഏതായാലും ഞാനൊന്ന് പോയി പ്രശ്നം വെപ്പിച്ചിട്ട് വരട്ടെ, എന്നിട്ട് പറഞ്ഞാ മതി. എന്റെ ഭഗവതി, എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു. ഓരോ ഗ്രഹപ്പിഴകൾ വന്നുപോയ എന്തു പറയാനാ? മമ്മി, ഞാൻ ഇറങ്ങുവാ. ആഹാ, നീ റെഡിയായോ? ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് OT ഡ്യൂട്ടിയാണ് മമ്മി. അപ്പൊ നീ വരാൻ ലേറ്റ് ആവുമല്ലേ? മിക്കവാറും. എന്താ മമ്മി? ഏയ് ഒന്നുമില്ല, ഞാനും ഒന്ന് പുറത്തു പോയാലോന്ന് വിചാരിക്കാം. എവിടേക്കാ മമ്മി? ചർച്ചിലൊന്ന് പോണം. ഇന്നലെ നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മനസ്സിനാകെ ഒരു സുഖമില്ല. കുറച്ചു നേരം പള്ളിയിൽ പോയി ഇരിക്കാന്ന് കരുതി. നീ വരാൻ ലേറ്റ് ആവുമെങ്കിൽ പറ്റിയ വിജയുടെ വീട്ടിലോ ഒന്ന് കയറണം. അത് വേണ്ട മമ്മി, മമ്മി ഇപ്പൊ അവിടേക്ക് പോണ്ട. അതെന്താ? അത് വേണ്ട മമ്മി, ശരിയാവില്ല. അതെന്താ? ഞാൻ ചെല്ലുന്നത് വിജയ്ക്കും ഗീതയ്ക്കും ഇഷ്ടാവില്ലെന്ന് കരുതിയാണോ നീ വേണ്ടാന്ന് പറയുന്നത്? അതൊന്നും സാരമില്ല ജോ. അവരുടെ സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോന്ന് നോക്കാമല്ലോ. മമ്മി, അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ പിന്നെ മമ്മിയെ കൂടുതൽ ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനൊന്നും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മമ്മി വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡാ ഇപ്പൊ ആ വീട്ടിലെ അവസ്ഥ. വിജയങ്ങൾ ആകെ അബ്നോർമലായിട്ടാ ഇന്നലെ എന്നോട് ബിഹേവ് ചെയ്ത്. എന്നോട് മാത്രമല്ല, ടോട്ടലി ആളിപ്പോ അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്താ പറയുക, ഈ ബുദ്ധിഭ്രമം ബാധിച്ചതുപോലുള്ളൊരു ബിഹേവിയർ. കർത്താവേ, നീ എന്തായി പറയുന്നേ? വിജയ്ക്ക് എന്താ പറ്റിയത്? ഇന്നലെ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഗേറ്റ് അകത്തു നിന്നും സെപ്പറേറ്റ് ഒരു പൂട്ടൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അകത്ത് ആളെനൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പുറത്തുനിന്ന് കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ആരുടെയും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. രണ്ടും കൽപ്പിച്ച് ഞാൻ മുരളി ഞങ്ങളുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ അപ്പൂൻ്റെ സഹായിക്കണേ എന്നുള്ള വിളി കേട്ടു. ആ കുട്ടിയെ
ആരോ റൂമിൽ ലോക്ക് ചെയ്തിരിക്കുകയാണെന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. വല്ല കള്ളന്മാരോ അക്രമികളോ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ എന്നായിരുന്നു എൻ്റെ ഭയം. എന്താണെന്നറിയാൻ ഞാൻ ഗേറ്റ് ചാടിക്കിടക്കാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്നും വിജയങ്ങൾ ഇറങ്ങി വന്നു. നമ്മള് ഇതിനു മുമ്പ് കണ്ടൊരു വിജയ് പണിക്കരെ ആയിരുന്നില്ല മമ്മി അത്. അപ്പോ അപ്പുവിനെ മുറിയിൽ പൂട്ടിയിട്ടത് വിജയ് തന്നെയായിരുന്നോ? അപ്പൂനെ മാത്രമല്ല, അങ്കിളിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവര് 3 പേരും ആ വീട്ടിൽ സ്വയം തടവിലാക്കപ്പെട്ടിരിക്കുകയാണെന്നാണ്. എന്നെ അകത്ത് കയറാൻ പോലും ആ മനുഷ്യൻ അനുവദിച്ചില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളോടെന്ന പോലെയായിരുന്നു ആ മനുഷ്യന്റെ പെരുമാറ്റം. കർത്താവേ, എന്തൊക്കെയാ ജോനി ഈ പറയുന്നേ? വിജയ് അങ്ങനൊക്കെ ചെയ്യുവോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയാൾക്കിത് എന്ത് പറ്റിയതാവും? വിജയ് നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? നിന്നോടൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ മമ്മി, ആ സംസാരവും പെരുമാറ്റവും ഒന്നും നമുക്ക് പരിചയമുള്ളൊരു വിജയ് പണിക്കരുടേതായിരുന്നില്ല.